നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC മത്സരം കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിരുന്നു. അതിൽ ബ്ലാസ്റ്റേഴ്സ് ജയിച്ച് അതിഗംഭീരമായ തിരിച്ചുവരവ് ഈ സീസണിൽ നടത്തിയിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്ക് ബംഗളൂരുവിനെ തകർത്തു. ബംഗളൂരു ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ടീമുകളിൽ ഒന്നാണ്. പക്ഷേ ആ സന്തോഷത്തിനിടയ്ക്കും വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നത് വേദനിപ്പിക്കുന്നതാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം ഫാളു NDAക്കെതിരെ വംശീയാധിക്ഷേപം നടന്നു സ്റ്റേഡിയത്തിൽ. അത് ബംഗളൂരു FCയുടെ ആരാധകർക്കിടയിൽ നിന്നാണ് അങ്ങനെ ഒരു വംശീയാധിക്ഷേപം നടന്നിട്ടുള്ളത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അതിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അത് പേരൊന്നും പറയുന്നില്ല, കളിക്കാരൻ്റെ പേര് പറയുന്നില്ല. ഞങ്ങളുടെ ഒരു കളിക്കാരനെതിരെ ഒരു വംശീയാധിക്ഷേപം നടന്നിട്ടുണ്ട്, അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് അറിയിക്കേണ്ട അധികൃതരെല്ലാം അറിയിച്ചിട്ടുണ്ട്, പരാതികൾ കൊടുത്തിട്ടുണ്ട്, നിയമപരമായി അതിനെ നേരിടും എന്ന് ബ്ലാസ്റ്റേഴ്സ് കൃത്യമായി പറയുന്നുണ്ട്. എന്തായാലും വളരെ ദയനീയമായ ഒരു അവസ്ഥയാണത്. ഇന്ത്യൻ ഫുട്ബോളിലൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ വളരെ ദയനീയമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ ആരാധകരുടെ വക നമ്മളിത് വല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലോ അല്ലെങ്കിൽ ലാലിഗയിലോ ഒക്കെയാണ് ഇങ്ങനെ കേട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ വംശീയാധിക്ഷേപം ഇത് ലോകത്താകെ ഇതിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധവും ഇത് തീർത്തും മനുഷ്യത്വ വിരുദ്ധമാണ് എന്നും പറയുന്ന ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വളരെ വേദനിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഫാളുവിനെതിരായിട്ടുള്ള ഈ ഒരു ഇതിനെ ഒറ്റക്കെട്ടായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ കളിക്കാരന് പിന്നിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നുള്ളത് ക്ലബിൻ്റെ മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെയും ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾ ഏത് തരത്തിലുള്ള വംശീയാധിക്ഷേപത്തെയും നമ്മൾ ശക്തമായി വിമർശിക്കുകയും തള്ളിക്കളയുകയും നിഷേധിക്കുകയും ചെയ്യണം. അത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് കൃത്യമായി ആളുകളോട് പറയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആ രീതിയിലുള്ള സന്ദേശങ്ങൾ സമൂഹത്തിലുണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അത്തരം വംശീയാധിക്ഷേപങ്ങളെ എല്ലാ അർത്ഥത്തിലും പടിക്ക് പുറത്താക്കുക തന്നെ വേണം.